സഭകളുടെയും പൂച്ചാണ്ടി പിതാക്കന്മാരുടെയും ദാരിദ്ര്യം എന്നു മാറും. മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം വാരി വിതറുന്ന ഈ പള്ളിത്തന്തന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും പ്ലാച്ചർമാരുടെയും ഒന്നും ദാരിദ്ര്യം ഒരിക്കലും മാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ പള്ളികളുടെയും സഭകളുടെയും ഇവന്മാർ പ്രാർത്ഥിച്ച് പ്രവചിച്ച് ദൂത് പറഞ്ഞ് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കും. എന്നാൽ ഇവന്മാരുടെ ഒരു ആവശ്യത്തിന് പള്ളി പണിയുവാൻ, സ്ഥലം മേടിക്കുവാൻ, കെട്ടിടം പണിയുവാൻ, പള്ളി സാമഗ്രികൾ മേടിക്കുവാൻ ഇവന്മാരുടെ വട്ടച്ചെലവിനൊക്കെ വിശ്വാസികളോട് പിച്ച തണ്ടിയാലേ സാധിക്കുകയുള്ളൂ. അതെന്താ അങ്ങനെയെന്ന് ഏതെങ്കിലും ഒരു മുണ്ണക്കുഞ്ഞാടി ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചെന്ന് അവകാശപ്പെടുന്ന നിന്റെ ദൈവത്തിന് ഒരാലയം ഉണ്ടാക്കാൻ അത്താഴപ്പട്ടണിക്കാരന്റെ കാശ് തെണ്ടിപ്പിരിക്കണോ? ഒരു മെൽഗതിയും ഇല്ലാതല്ലേ നിന്റെ അടുത്ത് ഇവർ വല്ല സഹായവും കിട്ടും എന്ന് കരുതി വരുന്നത്? അമർത്തിക്കുലുക്കിയിട്ടാലേ നിനക്ക് അനുഗ്രഹം കിട്ടൂ എന്ന് പറയുമ്പോൾ തന്നെ നീ മനസ്സിലാക്കേണ്ടേ ഇവന്മാർ വലിപ്പീരി കക്ഷികളാണെന്ന്. നിന്റെ കയ്യിലെ പിച്ചക്കാശ് ഞങ്ങൾക്ക് താ, നിനക്ക് കോടികളുടെ അനുഗ്രഹം ഞങ്ങൾ പ്രാർത്ഥിച്ചു തരാം എന്ന്. ഈ പുത്തിയങ്ങ് കമണാറ്റിൻകരയിൽ കൊണ്ടുവച്ചാൽ മതി എന്ന് മുണ്ണക്കുഞ്ഞുങ്ങൾ പറയണം. ആ അനുഗ്രഹം നിന്റെ കുഞ്ഞമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുവാൻ പറയുവാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ദൈവദാസന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പൈശാചികദാസന്മാരായ മോന്മാരുടെ ആവശ്യങ്ങൾ ദൈവം, ഇവന്റെ ദൈവം അറിഞ്ഞു നൽകില്ലേ? അതിന് വിശ്വാസികളുടെ അടുത്ത് ഇരക്കണ്ട ആവശ്യമുണ്ടോ? അതുപോലെ നാൽക്കവലകളിൽ കുരിശും തൊട്ടി ഉണ്ടാക്കി അവിടെ ദൈവത്തിന്റെ ഫോട്ടോയും വെച്ച് നേർച്ച തണ്ടിപ്പിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയോ? ദൈവത്തെ തെണ്ടിയാക്കുന്ന ഇവന്മാർ എന്തുകൊണ്ടാണ് ഇവന്മാരെ ജനിപ്പിച്ച തന്തയുടെയും തള്ളയുടെയും പടം ഫ്രെയിം ചെയ്തുകൊണ്ട് നടുറോഡിൽ വെച്ച് തെണ്ടാത്തത്? അതിന് വിലയില്ല പോലും, ആരും കൊടുക്കില്ലത്രേ. ദൈവത്തിന്റെ പേരിലാണെങ്കിലേ പണം കിട്ടൂ. പള്ളികളിലും ചപകളിലും ബക്കറ്റുമായി വന്നു നിന്ന് അമർത്തി കുലുക്കിടാൻ പറയുമ്പോൾ നിങ്ങൾ ചെന്ന് പ്ലാച്ചറാണെങ്കിലും പാതിരി പാമ്പാണെങ്കിലും പറയണം, ഡാ പ്ലാച്ചർ മോനെ, പാതിരി പാമ്പേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഉവ്വ എന്നവർ പറയും. അപ്പോൾ പറയണം, നീ ഞങ്ങളോട് ഈ തെണ്ടുന്ന സമയത്ത് നിന്റെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ നിനക്ക് പ്രതിഫലം കിട്ടും. വെറുതെ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് വന്ന് തെണ്ടുന്നത്? നിന്നെ സഹായിക്കാത്ത ദൈവം, നിന്നെ ഞങ്ങളുടെ അടുത്ത് തെണ്ടാൻ ബക്കറ്റുമായി വിടുന്ന ദൈവം ആദ്യം നിന്നെ സഹായിക്കട്ടെ, എന്നിട്ടാവാം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് എന്ന് പറയുക. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ പറഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ ഇവന്മാർ കുപ്പായവും ജുബയും ഒക്കെ ഊരിപ്പറിച്ച് കളഞ്ഞ് മൈക്കാട് പണിക്ക് പോയി പണിയെടുത്ത് ജീവിച്ചു തുടങ്ങും. സംശയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സാധാരണ വിശ്വാസികൾ വരെ ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇതാ ഒരു ചേട്ടൻ വണ്ടിയൊക്കെ ഓടിച്ച് തളർന്ന് വന്ന് കട്ടിലിൽ കിടന്നപ്പോൾ തോന്നിയ ഒരു ചിന്ത പങ്കുവെക്കുന്നത് കാണുക. വണ്ടിയെ പോയിട്ട് വന്നിട്ട് കിടക്ക് കാണിച്ചില്ല നേരം ചുമ്മാതെ. പക്ഷേ നമ്മൾ ഇവ ക്രിസ്തുമസിന് ഇറങ്ങുന്നു, സുവിശേഷം നടത്തുന്നു, നമ്മൾ നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച നമ്മളെല്ലാം രക്ഷപ്പെട്ടു, ദൈവം അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന പള്ളി എന്നാ രക്ഷപ്പെടാത്ത? എത്ര പിരിവെടുത്തോലും രക്ഷപ്പെടുന്നില്ല. അവിടെ പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണ്. എന്നും കടമ, സുവിശേഷമാണെങ്കിലും എല്ലാത്തിനും പൈസ പിരിവ്. ആദ്യം യോഗം നടത്തിയാൽ സഞ്ചിയും കൊണ്ട് വരും, തേയില സഞ്ചി പോലൊരു സാധനവും കൊണ്ട്, അതിനകത്ത് പൈസ ഇടണം, പിന്നെ സെപ്പറേറ്റ് കൊടുക്കണം. എന്നാലും അവൻ പ്രാർത്ഥിക്കുന്നിടത്തെ കടം തീരുന്നില്ല. അതെന്തോ കളിയാണെന്നാണ് ഞാൻ കിടന്ന് ചിന്തിക്കുന്നത്. എന്നും കുന്നും കടമാണ് നമ്മുടെ പള്ളികൾക്ക്. പിന്നെ അതെന്നെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണോ? നമ്മളൊക്കെ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു, പള്ളിക്കാരെന്നാ രക്ഷപ്പെടാത്തെന്നാണ് ഞാൻ ഈ കിടന്ന് ചിന്തിക്കുന്നത്. ഒരു കൊല്ലമെങ്കിലും ഫ്രീ ആയിട്ട് ഇറങ്ങി ഒരു ക്രിസ്തുമസ് പാട്ടോ ഒരു സുവിശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താൻ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നമ്മൾ ആകുന്നതിന് മുമ്പേ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് വന്ന് പാടിത്തരിക. നമ്മുടെ ഏതെങ്കിലും പള്ളിക്കാർ ചെയ്യുമോ, അല്ലെ പാസ്റ്റർമാർ ചെയ്യുമോ? ഫ്രീ ആയിട്ടൊന്ന് സുവിശേഷം നടത്തിയിട്ട് പോവുക. ഇതെല്ലാം പണപ്പിരിവ. ഇനി അതാണ് എനിക്ക് ചിന്തിക്കാത്തത്. അവിടുത്തെ ദാരിദ്ര്യം എന്നാ തീരാത്ത? ഇനി നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പമായിരിക്കും. നമ്മുടെയൊക്കെ തീർന്നു, വലിയ ദാരിദ്ര്യമില്ല. പള്ളിയുടെ ദാരിദ്ര്യം തീരത്തുമില്ല. ഇത്രയും വർഷമാണ് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തെ തുടങ്ങിയതാണ്. പള്ളിത്തന്തന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ ഇപ്പം മുണ്ണക്കുഞ്ഞുങ്ങളോട് പറയുന്നത് നിങ്ങൾ ആരും ITV ന്യൂസ് കാണരുത് എന്നാണ്. കണ്ടാൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഇവന്മാരെ നിങ്ങൾ കണ്ടാൽ മടലെടുക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഇവന്മാർ സാത്താൻ സേവകരാണ്, പൈശാചിക ശക്തികളാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. ഇവന്മാരുടെ ദൈവത്തിൻ്റെ കഞ്ഞിയിൽ പാറ്റയിടുന്ന എൻ്റെ ജനനം ഇവന്മാരുടെ ദൈവത്തിന് തടയുവാൻ പാടില്ലായിരുന്നു. ഞാൻ ജനിക്കാതിരിക്കുകയായിരുന്നുവെങ്കിൽ ഇവന്മാർക്കെതിരെ ഇപ്രകാരം ഞാൻ സംസാരിക്കുമായിരുന്നു. അതുകൊണ്ടിപ്പോൾ
അഖില കേരള കൂതാശ തൊപ്പിത്തൊഴിലാളി യൂണിയനും പ്ലാച്ചർ ക്ലൂച്ചർ അപ്പോത്തുലിയൻ വചനക്കൊള്ള സഹകരണ സംഘവും എന്നെ തീർക്കുവാൻ ഒന്നിച്ചിരിക്കുകയാണ്, കൊട്ടേഷൻ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരുന്ന പുതുവർഷത്തിൽ എൻ്റെ ശബ്ദം നിലപ്പിക്കുമെന്നാണ് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. പക്ഷേ യഹോവയായ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഏത് അപ്പോത്തുലിയനെ ഭയപ്പെടണം? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.